ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുമസ് ആഘോഷങ്ങളെല്ലാം ചുറ്റുപാടും നടക്കുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾ നടന്നു, പക്ഷെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അതിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഘോഷങ്ങളും സന്തോഷങ്ങളുമായി കഴിയുന്ന കാലഘട്ടം. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മേൽ സ്വർഗീയ കൃപ പകരട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് യേശുവിനോട് ചേർന്ന് ആഘോഷിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് വീണ്ടും ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലെ നാളുകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. യേശുവിൻ്റെ കാൽക്കൽ പത്രോസ് വീണു. യേശുവിൻ്റെ കാൽക്കൽ ആരെല്ലാം വീഴുന്നുവോ, യേശുവിൻ്റെ പാദത്തിൽ തങ്ങളെ തന്നെ ആരെല്ലാം സമർപ്പിക്കുന്നുവോ, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ എൻ്റെ ജീവിതം യേശുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റം വന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം മാറും. വാസ്തവമായി യേശുവിൻ്റെ പാദത്തിലാണ് നാം വീണതെങ്കിൽ നമുക്ക് മാറ്റം വരും. നാം വീഴേണ്ട ഒരേ ഒരു പാദം യേശുവിൻ്റെ പാദത്തിലാണ്. യേശുവിൻ്റെ പാദത്തിൽ വീഴണം. മറ്റാരുടെയും പാദത്തിൽ വീണാൽ നമുക്ക് വലിയ പ്രയോജനം കിട്ടുകയില്ല. ഒരുപക്ഷെ ബഹുമാനാർത്ഥം നാം മറ്റുള്ളവരുടെ പാദത്തിൽ വീഴുമായിരിക്കാം, പക്ഷേ യേശുവിൻ്റെ പാദത്തിൽ വീണാൽ അതിന് പ്രയോജനമുണ്ട്, അതിന് പ്രതിഫലവുമുണ്ട്. കർത്താവിന് സ്തോത്രം. ശീമോൻ പത്രോസ് യേശുവിൻ്റെ പാദത്തിൽ വീണു. കാരണം 8-ാം വാക്യം, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ഏതാണ് കണ്ടത്? ശീമോന്റെ ശൂന്യമായ പടക് നിറഞ്ഞിരിക്കുന്നത് ശീമോൻ കണ്ടു. ശീമോന്റെ ശൂന്യമായ വല നിറച്ചു മീൻ. അതുവരെയും മീനില്ല, പക്ഷെ യേശുവിൻ്റെ വചനം കേട്ട് മുന്നോട്ട് പോയപ്പോൾ മീൻ നിറഞ്ഞു. അതുവരെയും പടകിൽ മീനില്ല, എന്നാൽ 2 പടക് മുങ്ങുവാറാകുവോളം മീൻ നിറഞ്ഞു. എങ്ങനെ? കർത്താവിൻ്റെ വചനം കേട്ട് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സമൃദ്ധിയും സന്തോഷവും സമാധാനവും വരുമെന്നുള്ളത് ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ അനുഭവമാണ്. സ്തോത്രം. ഇതുവരെയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം വലവീശി, സ്വന്തം കഴിവും സ്വന്തം പ്രാപ്തിയും സ്വന്തം പാരമ്പര്യങ്ങളും സ്വന്തം പരിചയങ്ങളും വെച്ച് എല്ലാം ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച്, സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും സ്വന്തം സാമർഥ്യത്തിലും സ്വന്തമായ പാരമ്പര്യത്തിലും പരിചയത്തിലും ആശ്രയിച്ച് നിങ്ങൾ പലതും ചെയ്തിട്ടും പരാജയപ്പെട്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ എളിമയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിൻ്റെ വചനമനുസരിച്ച് ഓരോ സ്റ്റെപ്പും വയ്ക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ കർത്താവ് തരും, പ്രകടമായ ചില അനുഭവങ്ങൾ തരും. അത് നിങ്ങൾക്ക് അനുഭവിക്കാം, ആരും പറയണ്ട. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഈ കർത്താവിൻ്റെ വചനമനുസരിച്ചിട്ട്, ദൈവവചനം കേട്ട് അതനുസരിച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം വന്നാൽ നമ്മുടെ ജീവിതം മാറും. ഹല്ലേലൂയ. ഞാൻ വിശദമായി കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് നിങ്ങളോട് സംസാരിച്ചതാണല്ലോ. അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ അതിൻ്റേതായ നന്ദിയും കടപ്പാടും എല്ലാം എൻ്റെ കർത്താവിനോട് ഉള്ളതുകൊണ്ട് ആ സ്നേഹത്തിലും നന്ദിയിലും നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. എൻ്റെ പ്രിയരെ, ഇന്ന് അനേകരും അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ കാരണം സ്വന്തം വഴികളാണ്, സ്വന്തം പദ്ധതികളാണ്, സ്വന്തം പ്ലാനുകളാണ്, സ്വന്തം പരിചയങ്ങളാണ്, സ്വന്തം അറിവിലാണ്, സ്വന്തം എക്സ്പീരിയൻസിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മെ ഫെയിലിയറിലേക്ക്, പരാജയത്തിലേക്ക് നയിക്കുന്നത്. എനിക്ക് കഴിവുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിലും സാരമില്ല. ഒരുപക്ഷെ വാക്കുകൊണ്ട് നാം പറയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ദൈവാശ്രയമില്ലാതെ വരുമ്പോൾ, കർത്താവിനെ ആശ്രയിക്കാതെ നാം ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വ്യംഗ്യമായ അർത്ഥം ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വ്യർത്ഥമായ നമ്മുടെ ചിന്താഗതിയാണ്. അത് മാറണം പ്രിയരെ. ജീവിതത്തിൽ ഏത് ചെറുതും വലുതുമായി ഏത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ അപ്പാ, എൻ്റെ യേശുവേ എന്ന് ഓർത്തിട്ട് ചെയ്തു നോക്കൂ. വർഷങ്ങൾ വണ്ടി ഓടിച്ചവർക്ക് വർഷങ്ങളായി വണ്ടി ഓടിച്ചു, പക്ഷേ
ഒരു വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ യേശുവേ എന്ന് ഓർക്കുന്നു. വർഷങ്ങളായി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തു. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ യേശുവേ ഒന്ന് ഓർക്കുന്നു. നാം പഠിക്കുമ്പോൾ, നാം ഉറങ്ങുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ, നാം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, അല്ല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം. ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, മരണം വരെ നാം തുറന്നു പോകേണ്ട ഒരു ബന്ധമാണ് കുടുംബ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം. ആ വിവാഹ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ യേശുവിൽ ആശ്രയിച്ചു വേണം, യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം, യേശുവിനോട് ആലോചന വെച്ചിട്ട് വേണം. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ട ഒരു ബന്ധമല്ല കുടുംബ ബന്ധം, വിവാഹബന്ധം. കാരണം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാൻ ആ ഭാഗം തൊടുന്നില്ല, ഞാൻ വിടട്ടെ പ്രിയരെ. ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും വചനത്തിൽ അടിയുറച്ച് ചെയ്യുക. ഈ വചനം എന്ത് പറയുന്നു? വചനപ്രകാരം ജീവിക്കുക, വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുക, വചനപ്രകാരം ബിസിനസ് ചെയ്യുക. എങ്ങനെയാണ്? കർത്താവ് പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിനും മാമോനുള്ളത് മാമോനും കൊടുപ്പീൻ. ഇല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. ബിസിനസ് ചെയ്യുന്നവരെ, നിങ്ങൾ കണക്കെഴുതേണ്ടത് കണക്ക് മുഴുവൻ എഴുതണം, ടാക്സ് കൊടുക്കേണ്ടത് മുഴുവൻ ടാക്സ് കൊടുക്കണം. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരൻ നടത്തുന്ന സ്ഥാപനത്തിൽ ഞാൻ കാണാറുണ്ട്, അവിടെ മുഴുവൻ ടാക്സും കൊടുക്കുന്നു, എല്ലാം അക്കൗണ്ടഡ് ആണ്. ഞങ്ങളുടെ പിതാവിന് പോലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിനും ബില്ലടിക്കുമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗവൺമെന്റിനുള്ളത് ഗവൺമെന്റ് കൊടുക്കൂ. കർത്താവിന് സ്തോത്രം. അത് അനുഗ്രഹമാണ്. നിങ്ങൾ അവിടെ പിശുക്ക് കാണിച്ചാലൊന്നും വളരാൻ പോകുന്നില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം, ദൈവ വേലയ്ക്കുള്ള ദൈവത്തിന് കൊടുക്കണം. പഴയ നിയമത്തിൽ പറയും ഒരാളുടെ വരുമാനത്തിന്റെ 10% കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിക്കണമെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശതമാനമല്ല, അതൊരു ഓഹരിയാണ്. എന്താണ് ഓഹരി? ഒരു കുടുംബത്തിൽ ഒരു വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. ആ വരുമാനം ആ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കുന്നു. ആ അംഗങ്ങളുടെ കൂടെ ഒന്നുകൂടി കൂട്ടി അത്രയായിട്ട് വിഭാഗിച്ചിട്ട് അതിലൊരു വിഭാഗം കൊടുക്കുന്നു. ഓഹരിയാണ് പുതിയ നിയമത്തിൽ. പക്ഷേ എന്തെല്ലാം ഉണ്ടായിട്ടും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുരുക്കി പിടിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും കാര്യങ്ങൾ നടക്കും. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ വേല അത് വരുമ്പോൾ കൈ ചുരുക്കും, പോക്കറ്റിൻ്റെ സിബ് അടച്ചു വയ്ക്കും, പേഴ്സ് അടച്ചു വയ്ക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വളർച്ചയും അടഞ്ഞു പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കൊടുക്കാനുള്ള കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് സത്യസന്ധമായി ചെയ്യുന്ന വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ ദൈവം കടക്കാരനല്ല. 100, 60, 30 മേനിയായി വിളയുമെന്നുള്ളത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവമാണ്. എനിക്ക് ആദ്യമായി എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് കിട്ടിയ ശമ്പളം 3500 രൂപയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, 38 വർഷങ്ങൾക്ക് മുമ്പ് ആ 3500 രൂപയെ ഞാൻ യേശുവിൻ്റെ വേലയ്ക്ക് കൊടുത്തു. ചുമ്മാ അവിടെ എവിടെയും കൊടുക്കുകയല്ല, സത്യസന്ധമായി ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ചിലവഴിക്കും. അനേകർക്ക് സുവിശേഷം കൊടുക്കുവാൻ, അനേകരെ സഹായിക്കാൻ ഇത് ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളിടത്തെ കൊടുക്കാവൂ. ഞാൻ അങ്ങനെ കൊടുത്തു. പിറ്റേ മാസം മുതൽ പറയട്ടെ, ഈ കാലം അത്രയും 10% അല്ല പ്രിയരെ. ഞാൻ അതിൻ്റെ പോഴ്ചയൊന്നും പറയുന്നില്ല. പക്ഷേ എന്നും അത് മാറ്റിവെച്ച് ചെയ്തിട്ടുണ്ട്. കർത്താവ് ഞങ്ങളെ നിറവടിയായി അനുഗ്രഹിച്ചിട്ടുമുണ്ട്. ഇല്ലായ്മകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ലോൺ എടുത്ത് ചെലവഴിക്കേണ്ട കാര്യം വന്നിട്ടുണ്ട്, പലിശയ്ക്ക് പൈസ എടുക്കേണ്ട കാര്യം വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നതിന് മുടക്കം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് കൃപയാൽ കർത്താവ് ഞങ്ങൾക്കുള്ളതും മുടക്കം വരുത്തിയിട്ടില്ല. എൻ്റെ പ്രിയ ഭാര്യ MSc പഠനം കഴിഞ്ഞിട്ട് സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൽ വെറും 560 രൂപയ്ക്കാണ് ജോലിക്ക് കയറിയത്. 560 രൂപ ആദ്യ ശമ്പളം കിട്ടി. അവരുടെ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ് ഈ മകളുടെ ശമ്പളം കിട്ടാൻ. പക്ഷേ എൻ്റെ പ്രിയ ഭാര്യ അന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹത്തിന് ശേഷം സാലി പറഞ്ഞ കാര്യമാണ്, ആദ്യം 100 രൂപ മാറ്റി വെച്ചു. 560 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 56 രൂപയേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ മാറ്റി വെച്ചു. ബാക്കിയുള്ള 460 രൂപ കൊണ്ട് വീട്ടിൽ പല കാര്യങ്ങളും ചെയ്തു എന്ന്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ട ഉന്നതമായ നിലയിൽ കൈ നിറയെ ശമ്പളം വാങ്ങുന്ന ജോലി കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഇന്നും ഞങ്ങളെ ഐശ്വര്യമായി കർത്താവ് നയിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണമെന്ന്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അത് ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. എൻ്റെ പ്രിയരെ, ഞാനിത് സാഹചര്യവശാൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവവചനപ്രകാരം നാം ജീവിച്ചാൽ
ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ചാൽ, ദൈവ വചനപ്രകാരം നമ്മുടെ പണം ചെലവഴിച്ചാൽ, നമ്മുടെ ആയുസ് ചെലവഴിച്ചാൽ, നമ്മുടെ ആരോഗ്യം ചെലവഴിച്ചാൽ, ദൈവ വചനപ്രകാരം ദൈവ കൃപയിൽ ആശ്രയിച്ച് നാം ഓരോ കാര്യത്തിനും സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചാൽ, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ മുന്നോട്ട് ഐശ്വര്യമായി നയിച്ച് നമ്മുടെ പടക് നിറച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയുന്നത് ഈ ഭൂമിയിലെ പണത്തിൻ്റെ കാര്യം മാത്രമല്ല, പണത്തിൻ്റെ കാര്യവും കർത്താവ് നോക്കും. നമുക്ക് സന്തോഷം നിറച്ചു തരും, സമാധാനം നിറച്ചു തരും, കുടുംബത്തിൽ ഐക്യം നിറച്ചു തരും, പ്രത്യാശ നിറച്ചു തരും, വലിയ സ്നേഹം നിറച്ചു തരും, ഐക്യത നിറച്ചു തരും, എളിമ നിറച്ചു തരും. അങ്ങനെ എന്തെല്ലാം ആത്മഫലം നിറച്ചു തരും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം തുടങ്ങിയ 9 ഫലമുള്ള ആത്മഫലം നിറച്ചു തരും. കൃപാവരങ്ങൾ നിറച്ചു തരും. നിറവിൻ്റെ അനുഭവം തരും. എൻ്റെ പ്രിയരെ, ഇന്ന് നിങ്ങൾ ശൂന്യമായി കിടക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ്? യേശുവിൻ്റെ വചനപ്രകാരം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എടുത്തു വയ്ക്കുക. യേശുവിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു, വചനം എന്തു പറയുന്നു, വാട്ട് സ്ക്രിപ്ചർ സെയ്സ്, അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ കാര്യം. മറ്റ് എക്സ്പേർട്സ് പറഞ്ഞ എന്താണെന്നല്ല, ഉന്നതരായ ആളുകൾ പറഞ്ഞ എന്താണെന്നല്ല, ലീഡേഴ്സ് പറഞ്ഞ എന്താണെന്നല്ല, എല്ലാം കേട്ടുള്ളൂ. പക്ഷെ അതിലുപരിയായി യേശു പറഞ്ഞത് എന്താണ്, യേശുവിൻ്റെ വചനം പറഞ്ഞത് എന്താണ്, അങ്ങനെ പറഞ്ഞ് നാം ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ കാണാം, നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ വളരുന്നത് നിങ്ങൾക്കും കാണാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കാണാൻ ഇടയാകുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്ത് നിങ്ങളോട് പറയാം. ആത്മീയമായി അനുഗ്രഹിക്കപ്പെടും, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും. ശീമോൻ പത്രോസിൻ്റെ പടക് നിറഞ്ഞപ്പോൾ ശീമോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. നമുക്ക് ആ കാര്യം അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. ഇന്ന് നിങ്ങൾ എന്തു പറയുന്നു പ്രിയരെ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? തകർന്ന ജീവിതമായിരിക്കാം, പൊട്ടിത്തകർന്ന ജീവിതമാണെങ്കിലും, മകനെ നിന്റെ തകർന്ന ജീവിതം, നിരാശയും കടബാധയുള്ള ജീവിതമാണെങ്കിലും കൊടുക്കൂ യേശുവിൻ്റെ ആണിപ്പഴുതല കരങ്ങളിലേക്ക്. യേശു കൈനീട്ടി നിൽക്കുന്നുണ്ട്. മോനെ, നിന്റെ ജീവിതം ഏറ്റുവാങ്ങാൻ യേശു നിൽക്കുന്നുണ്ട്. നാഥ, ഇന്നു മുതൽ ഞാൻ യേശുവെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ വചനപ്രകാരം ജീവിക്കും. നിങ്ങൾ നിശ്ചയിക്കൂ, സമർപ്പിക്കൂ, ദൈവങ്ങൾ ജീവിതം കൊടുക്കൂ. കർത്താവ് നിങ്ങൾ നടപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വിളിച്ചോ എഴുതിയോ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീമും ഞങ്ങളുടെ പ്രയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.